സമീപകാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തമായി ഇത്തവണ സിപിഎമ്മിന് ഏറ്റവും കുറവായി പറയുന്നത് സിപിഎമ്മിനെ നയിക്കാൻ, പ്രചരണം നയിക്കാൻ, അവരുടെ അജണ്ടകൾ തീരുമാനിക്കാൻ, രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ ഒറ്റ പേരേ ഉള്ളൂ. അവരുടെ പൊതുയോഗങ്ങളിൽ ക്രൗഡ് പുള്ളർ ഒറ്റ നേതാവേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. പക്ഷേ കുറച്ചുനാൾ മുമ്പ് വരെ അങ്ങനെയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വി.എസ്. അച്യുതാനന്ദൻ പേരിനെങ്കിലും അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ജീവിച്ചിരുന്നു. അതിനുമപ്പുറത്തേക്ക് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. സിപിഎമ്മിനെ നയിക്കാൻ, മുന്നണിയെ നയിക്കാൻ, രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കാൻ പാർട്ടി പലപ്പോഴും പ്രതിരോധത്തിലാകുമ്പോൾ അവിടെ ആ പാർട്ടി അവിടെ നിന്ന് കരകയറ്റാനൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. പക്ഷേ കോടിയേരി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. കോടിയേരിയുടെ അഭാവം എന്ത് എന്ന് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തിരിച്ചറിയുന്ന, പലരും രഹസ്യമായും പരസ്യമായും ഒക്കെ സമ്മതിക്കുന്ന, കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോടിയേരിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായുള്ള മ്യൂസിയത്തിലാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ജീവിതകാലമൊക്കെ വളരെ കൃത്യമായി, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലുള്ള ജീവിതകാലം വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ മ്യൂസിയം കോടിയേരി ബാലകൃഷ്ണൻ ഓരോ തെരഞ്ഞെടുപ്പ് വേളകളിലും എങ്ങനെയാണ് ഇടപെട്ടുന്നത്, അത് സംഘടനയെ സജ്ജമാക്കാൻ, പ്രവർത്തകരെ സംഘടിതരാക്കാൻ, അതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ പാർട്ടി പ്രതിരോധത്തിൽ പോകുമ്പോൾ അവിടെ ഒരു ക്രൈസിസ് മാനേജറായി മാറുന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു. സിപിഎം അക്ഷരാർത്ഥത്തിൽ അത്തരം നേതാവിന്റെ അഭാവം ഇപ്പോൾ അറിയുകയാണ്. ഒരുപക്ഷെ സിപിഎം കണ്ണൂരിലടക്കം വലിയ സംഘടനാ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലം കൂടിയാണ്. ആ സമയത്താണ് കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിലെന്ന് സിപിഎം പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഒരുപോലെ പറഞ്ഞു പോകുന്നത്. എനിക്കിപ്പോൾ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി കൂടി ചേരുന്നു. ബിനീഷ്, തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അച്ഛനെ അവസാന തെരഞ്ഞെടുപ്പിലൊക്കെ ബിനീഷ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതിനു മുമ്പ് എന്താണ് ഈ അച്ഛന്റെ ഓർമ്മ? ഈ വിദ്യാർത്ഥി ബിനീഷ് പഠിക്കുമ്പോഴും അതിനു മുമ്പുമൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും? തെരഞ്ഞെടുപ്പ് വലിയ തിരക്ക് പിടിച്ച സമയമാണ്. ഏറ്റവും എല്ലാ തിരക്ക് പിടിച്ച സമയത്തിനേക്കാളും കൂടുതൽ തിരക്കുള്ള ജീവിതത്തിന്റെ ഒരു ശൈലി അല്ലെങ്കിൽ ജീവിതചര്യയൊക്കെ പെട്ടെന്ന് ഒരു കുറച്ച് ദിവസങ്ങളിലേക്ക് മാറുന്ന സമയം കൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ് കാലം. ഞാൻ അച്ഛൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം തൊട്ട് തന്നെ ഞാൻ ബാലസംഘത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരു സമയത്ത്, പരിപാടികളിൽ പോകാനൊക്കെ ഇഷ്ടമുള്ള സമയത്തൊക്കെ 90-91 കാലഘട്ടത്തിലെ ഇലക്ഷൻ, അത് കെ.പി. ഉണ്ണികൃഷ്ണൻ ഇവിടെ വടകരയിൽ കോലീബി സഖ്യം, അതൊക്കെ പിന്നീട് ഒരു രാഷ്ട്രീയമൊക്കെ വായിക്കുന്ന സമയത്തായിരുന്നു ഇതായിരുന്നു അന്നത്തെ രാഷ്ട്രീയം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെങ്കിലും അന്നത്തെ ഇലക്ഷനാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഇലക്ഷൻ. അച്ഛൻ കാറുകളിൽ പോകുന്നു, ഈ വടകരയിൽ അതിന്റെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഈ കോലീബി സഖ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പിന്നീട് അതിനെ ഓരോ സ്ഥലങ്ങളിലും അച്ഛൻ എല്ലാ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള സ്ഥലങ്ങളിലും പോവുമായിരുന്നു. അത് അന്ന് തൊട്ട് ശ്രദ്ധിക്കുന്നില്ല. എല്ലാ ബൂത്ത് അടിസ്ഥാനങ്ങളിലും ഇപ്പോൾ ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലത്ത് ഒരു 10-30 വീടുകളെ ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചു, ആ വീടുകളിലുള്ള ആളുകളെ അച്ഛൻ ഡയറക്റ്റായിട്ട് പോയി കാണും. സ്ഥാനാർത്ഥി എന്നുള്ളതിനേക്കാളും ഉപരി മത്സരിക്കുന്നതിനെ ഉള്ള സ്ഥാനാർത്ഥി ആയിട്ടിരിക്കുന്നതിനേക്കാളും ഇപ്പം മത്സരിക്കാത്ത സമയത്ത് പോലും എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പം തലശ്ശേരി മാത്രമല്ല മറ്റ് ജില്ലകളിൽ എവിടെയെങ്കിലും അത്ര പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ഈ താഴെ ഏരിയ കമ്മിറ്റികളിൽ പോലും കോടിയേരിക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന പാർട്ടി പ്രവർത്തകരുണ്ട്. താഴേക്ക് വെക്കണം, അങ്ങനെ വലിയൊരു ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം, അല്ലേ? അത് ഏരിയ കമ്മിറ്റി അംഗമെന്നല്ല, ഒരു അനുഭാവികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ പോലും. ഇപ്പം ഞാൻ ഇടുക്കിയിൽ ഇടയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിയിൽ പോയ സമയത്ത് അവിടെ നിന്നുള്ള ഒരു സഖാവ് തൊടുപുഴയിൽ ഞാൻ ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ തന്നിട്ട് പറഞ്ഞു, ബിനീഷല്ലേ അച്ഛൻ ഈ പറയുന്ന പോലെ ഇലക്ഷൻ സമയത്ത് വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞു പാർട്ടി മെമ്പർ, ഞങ്ങൾ പാർട്ടി മെമ്പറൊന്നുമല്ല, ഞങ്ങൾ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പം ഇങ്ങനെ വല്ല എൻ്റെ പേരൊക്കെ ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം രണ്ടാമത് തന്നെ ഒരു സ്ഥലത്തുനിന്ന് വെച്ച് കണ്ടപ്പോൾ എൻ്റെ പേരെടുത്ത് വിളിച്ചിട്ട് എൻ്റെ ചുമലിൽ കൈവച്ചിട്ടാണ് സംസാരിച്ചത്. അപ്പം അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു ഇടപെടലിന്റെ രീതി. ഏറ്റവും താഴെയുള്ള ആളുകളായിട്ട് നേരിട്ട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന അനുഭാവികളായിട്ട് പാർട്ടിയുടെ കുടുംബങ്ങളിൽ ബന്ധം നിൽക്കുന്ന ആ കുടുംബങ്ങളെടുത്തൊക്കെ അത്രയും ചേർന്നിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത്, പാർട്ടി നിങ്ങളെ അത്രയും കാര്യമായിട്ടാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് അവരെ ബോധ്യപ്പെടുത്തും. അതൊരു ആളുകൾക്കൊക്കെ എപ്പോഴും വലിയൊരു ഇഷ്ടമുള്ള ഒരു രീതിയായിരുന്നു അച്ഛനെ സംബന്ധിച്ചിട്ട്. ക്രൈസിസ് പാർട്ടിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും കോടിയേരി സെക്രട്ടറി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം സെക്രട്ടേറിയറ്റിന്റെ ചുമതലയുള്ള സമയത്തുമൊക്കെ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഈ ക്രൈസിസ് ഘട്ടങ്ങളിലൊക്കെ പുള്ളിയുടെ ഒരു ഇടപെടൽ, ആ ഒരു ടെൻഷനൊക്കെ കാണിക്കാറുണ്ടോ ശരിക്കും? അതൊരു അനധിസാധാരണമായ ഒരു വൈഭവമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇപ്പം നമ്മളൊക്കെ ഇത് പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഇത്രയും വലിയ പ്രശ്നം, നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴും അയ്യോ ഇത് എങ്ങനെയെന്നൊക്കെ തോന്നുന്ന സമയങ്ങളുണ്ടാവും. പക്ഷെ ഇത്രയും വലിയ സമയത്ത് അച്ഛൻ ഇതൊക്കെ വളരെ ചിരിച്ചുകൊണ്ട്, വളരെ ഒരു ദേഷ്യവും മുഖത്ത് കാണിക്കാത്ത, എല്ലാവരുടെ അടുത്തും അതിന്റെ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച്
അപ്പൊ അച്ഛന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും പറയുന്ന പോലെ തന്നെയുള്ളത് ആര് വന്ന് പറഞ്ഞാലും കേൾക്കും. ഇപ്പൊ കേൾക്കാനുള്ള ഒരു മനസ്സ്. ഇപ്പോ അരുണ് പോയിട്ട് അച്ഛന്റെ അടുത്തൊരു കാര്യം പറയുന്നു, അതേ കാര്യം ഞാൻ പോയി പറയുന്നു, അതേ കാര്യം വേറൊരാൾ പോയി പറയുന്നു. ഇതെല്ലാവരും പറയുന്നത് ആദ്യം കേൾക്കുന്നത് പോലെ കേൾക്കും, അല്ലാതെ ഒരു മുഷിവ് കാണിക്കില്ല. ഈ പറയുന്ന പോലെ പിന്നീട് ഉള്ള ഇവിടുത്തെ നമ്മുടെ സഖാക്കളൊക്കെ പറയുന്നത് ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ച് പറയാന്നിരിക്കട്ടെ, ഇത് കൊടിയ സാബ് ഇങ്ങനൊരു സാധനമുണ്ട്, അത് ഓൾറെഡി അച്ഛൻ വേറൊരാൾ വഴി അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇയാളെടുത്ത് പെരിനടുത്ത് ഇത് ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യമാണ് എന്ന് പറയേയില്ല. അങ്ങനെയാണോ എന്നിട്ട്, കാരണം അവർക്കത് ഫസ്റ്റായിട്ട് അച്ഛനെ അറിയിക്കുന്നു എന്നതിന് വേണ്ടിയിട്ടാണ് അവരത് വിളിക്കുന്നത്. അപ്പോൾ അത് അച്ഛൻ അവരെ ബോധ്യപ്പെടുത്തണം, നിങ്ങൾ അറിയിക്കുന്ന കാര്യം കൃത്യമായിട്ട് എനിക്കത് ആദ്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പോൾ അവർ എന്ത് വിഷയങ്ങൾ നാട്ടിൽ നടന്നാലും, എന്ത് കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് അപ്പം തന്നെ അച്ഛനെ വിളിച്ചറിയിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തെയും കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ കൃത്യമായ റീഡിങ്, എങ്ങനെയാണ് ഒരു പൾസ്, നമുക്കൊരു ഇലക്ഷൻ പൾസ് എന്നൊക്കെ പറയില്ലേ, ഇലക്ഷൻ പൾസൊക്കെ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ വലിയ പ്രതീക്ഷയിൽ അച്ഛൻ അതിനൊരു ഇപ്പൊ അത് പറയാൻ പാടുണ്ടോ എനിക്കറിയില്ല, ഇലക്ഷൻ ഈ പറയുന്ന വലിയ ഭൂരിപക്ഷം നേടുമെന്നൊക്കെ പോയി വന്ന് പറഞ്ഞ ശേഷം ഞാൻ ഒരു ഘട്ടത്തിൽ, ഒരു ഇലക്ഷന്റെ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇത്രയും സീറ്റൊന്നും കിട്ടൂല, അതൊക്കെ അവരുടെ കൂടുതലാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു ഇത്രയും സീറ്റേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് അതുപോലെയാണ് സംഭവിച്ചത്. അപ്പോൾ അത്രയും അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടോ എന്ന് സമൂഹത്തിൽ നമുക്ക് മനസ്സിലാക്കാതെ കിടക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഞാൻ പോലെ ഇതൊക്കെ വെറുതെ താഴേക്കുള്ള ഒരു ബന്ധം കൊണ്ടോ കൃത്യം പൾസ് അവിടുത്തെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റും. ഓരോ സ്ഥലത്തെയും ഞാൻ പറയുന്നത് ഈ പറയുന്ന ഒരു മണ്ഡലം എന്നുള്ളതല്ല പറയുന്നത്, ഒരു മണ്ഡലത്തിലെ ഒരു ബൂത്തിന്റെ അകത്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ബൂത്തിന്റെ അകത്തുള്ള പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനെ കൃത്യമായിട്ട് അറിയും. അത് അവിടെയുള്ള സഖാക്കളെ കൊണ്ട് ആ മെഷീനറി ചലിപ്പിക്കും. നമ്മുടെ സംഘടന, നമ്മുടെ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സംഘടനാ സംവിധാനം എപ്പോഴും ശക്തമാകുമ്പോഴാണ് നമ്മൾ ഇലക്ഷനിൽ ഏറ്റവും വലിയ മുന്നോട്ട് പോയുള്ളത്. നമ്മുടെ സംഘടനാ സംവിധാനത്തെ കൃത്യമായിട്ട് ചലിപ്പിച്ചാൽ നമുക്ക് കേരളത്തിൽ എപ്പോഴും ജയിക്കാൻ പറ്റും. അതാണ് അച്ഛൻ എപ്പോഴും പറയുന്നത്. നമ്മുടെ സംഘടനാ സംവിധാനത്തെ ഒരിക്കലും ദുർബലമാക്കരുത്. അങ്ങനെ ദുർബലമല്ലാതെ നടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് വലിയ രീതിയിൽ നമുക്ക് ഇലക്ഷൻ നടത്താൻ പറ്റും, അല്ലെങ്കിൽ ഇലക്ഷനിലേക്ക് വിജയിക്കാൻ പറ്റും. ഒരു പ്രശ്നത്തെ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ പറ്റും. അത് എല്ലായിടത്തും മാനേജ് ചെയ്യുന്ന ഇലക്ഷൻ സമയത്തുള്ള ഒരു പ്രത്യേക മാനേജ്മെന്റ് ആണ്. ഞാൻ ഇപ്പം വന്ന വഴിക്ക് കതിരൂർ, പാട്യം, ആ പേരൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് ഒരാളാണ് ഞാൻ. പലപ്പോഴും വാർത്തകളിലൂടെ, പ്രത്യേകിച്ച് ഈ പാട്യവും കതിരൂറൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ്. പലപ്പോഴും ഈ CPM RS സംഘർഷമൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ. ഒരു തെരഞ്ഞെടുപ്പ് കാലത്താകുമ്പോൾ സ്വാഭാവിക തെരഞ്ഞെടുപ്പ്, ഇനി കണ്ണൂരിൽ ബോംബ് ശേഖരിക്കുന്നു, രണ്ടു കൂട്ടർ ശേഖരിക്കുന്നു, എന്ത് സംഭവിക്കാം, അങ്ങനെ ഒരു വല്ലാത്തൊരു ഭീതിതമായ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമല്ലേ സാധാരണ കണ്ണൂരുണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മാറി. അതിലും കോടിയേരിയുടെ ഒരു പങ്ക് എനിക്ക് വളരെ കൃത്യമായ ഒരു വഴി എനിക്കറിയാം. അത് ശരിക്കും കോടിയേരിയുടെ പലരും അറിയപ്പെടാതെ പോകുന്ന ഒരു മുഖമോ അല്ലെങ്കിൽ ഒരു കോടിയേരിയുടെ രാഷ്ട്രീയത്തിൽ ഒരു നേട്ടമൊക്കെ അല്ലേ ശരിക്കും? ഈ നമ്മൾ ആദ്യത്തെ പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത് 2016 തൊട്ട് ഇപ്പോൾ 2026 വരെയുള്ള കാലഘട്ടത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഏകദേശം 21-22 രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന RSSകാർ കൊല ചെയ്ത ഏകദേശം 12 ആളുകൾ കൊലവരുന്നുണ്ട്. അപ്പം അതിനുശേഷം അങ്ങനെയുള്ള സംവിധാനത്തിൽ തിരിച്ച് നമുക്ക് ചെയ്യാനുള്ള ശക്തിയൊക്കെ ഉണ്ട്. തിരിച്ച് നമ്മൾ ചെയ്യുന്ന രീതിയിലൊക്കെ വരുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു ദൗർബല്യമൊന്നും പാർട്ടിയെ സംബന്ധിച്ചിട്ടില്ല. പക്ഷേ അന്ന് പാർട്ടി എടുത്ത നിലപാടെന്താ, പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഇടയിൽ ഒരു മോശം പ്രവണതയാണ്. അപ്പം അങ്ങനെ ഒരു പ്രവണതയിലേക്ക് വീണ്ടും നമ്മൾ പോയാൽ ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു സൊസൈറ്റിക്ക്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവായിട്ട് പോകുന്ന ഒരു സൊസൈറ്റിക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒരു മതിപ്പുണ്ടാവില്ല. അങ്ങനെ മതിപ്പുണ്ടാകുന്ന രീതിയിലേക്ക് നമ്മളെ ശക്തിപ്പെടണം. അപ്പം നല്ല ആത്മബലമുള്ള പാർട്ടിക്ക് നിയന്ത്രണം ഉണ്ടാവുള്ളൂ എന്ന് അച്ഛൻ എപ്പോഴും പറയും. നല്ല ആത്മബലമുള്ള, നല്ല ശക്തിയുള്ള പാർട്ടിക്കാണ് ആത്മബലം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആത്മനിയന്ത്രണം ഉണ്ടാവുന്ന പറയും. അതിന്റെ അടിസ്ഥാനത്തിൽ സഖാക്കളെടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, രക്തസാക്ഷി കുടുംബങ്ങളെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും, രക്തസാക്ഷി കുടുംബങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, അവരെ കുടുംബത്തെ ചേർത്ത് നിർത്തുക, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു നിർത്തുക, അവരുടെ എന്തിനു വേണ്ടിയിട്ടാണോ രക്തസാക്ഷികളായിട്ടുള്ള ആ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് ആ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുക. അതിനു വേണ്ടിയിട്ടാണ് മുൻപന്തി നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ സ്ഥലത്തും പോയിട്ട്, പ്രത്യേകിച്ച് കണ്ണൂർ സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ, ഈ പറയുന്ന മറ്റ് ജില്ലകളിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് പോയി അത് ബോധ്യപ്പെടുത്തി. പക്ഷേ അതോടൊപ്പം നമ്മളെ രക്തസാക്ഷി കുടുംബങ്ങളെ വളരെയധികം ചേർത്ത് പിടിച്ചു. രക്തസാക്ഷി കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ കൂടെയാണ് പാർട്ടി, അവരുടെ ഒപ്പമാണ് പാർട്ടി എന്ന്. പകരം വീട്ടലിന്റെ കണ്ണിന് കണ്ണ്, ചോരയ്ക്ക് ചോര എന്ന കാലം കഴിഞ്ഞു എന്ന് അവരെ കൂടെ ബോധ്യം. കാരണം ഇപ്പോൾ ഒരാളുടെ അടുത്ത ബന്ധു മരിച്ചാൽ പകരം വീട്ടിയാലേ മതിയാകുമെന്നൊരു ധാരണയൊക്കെ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റി പാർട്ടി.
കൂടുതൽ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ഈ പറയുന്ന നമ്മളിൽ നിന്നും മാറി നിൽക്കുക അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾ, ഒന്നിലും പെടാതെ നിൽക്കുന്ന ആളുകൾ പോലും നമ്മുടെ പാർട്ടിയിലേക്ക് കയറി വരണം. നമുക്ക് അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വലിയ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തണം. എപ്പോഴും പറയുന്നതാണ്, വലിയ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തണം. അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം 50% പിന്തുണയുള്ള ആളുകളുടെ പാർട്ടിയായി CPM-നെ മാറ്റണം. അപ്പൊ അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 30%, 32%. അതെ, അതാണ് അച്ഛന്റെ എപ്പോഴും ഉള്ള സാധനം. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വലിയ വിഭാഗം ആളുകൾ നമ്മളോട് ഇനി ചേരാൻ ബാക്കിയുണ്ട്. അങ്ങനെ ചേരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു പാർട്ടിയാണെന്ന് അങ്ങനെ വരുന്ന ആളുകൾക്ക് തോന്നരുത്. നമ്മൾ അങ്ങനെ സംഭവിച്ചു, മറ്റുള്ളവർ അങ്ങനെയാണ്. അപ്പം മറ്റുള്ളവരെ പാർട്ടി ഇപ്പം ഈ പറയുന്ന RSS-ഉം BJP-യും കോൺഗ്രസും ഒക്കെ അങ്ങനത്തെയുള്ള പാർട്ടികളാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ടികളോടൊപ്പം തന്നെ നമ്മൾ സഞ്ചരിക്കരുത്. നമ്മളെ നയം മാറണം. നമ്മൾ അതിനെ കൃത്യമായിട്ട് നമ്മുടെ സഖാക്കളെ ബോധ്യപ്പെടുത്തണം. സഖാക്കളെ അതിനു വേണ്ടി രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകി ബോധ്യപ്പെടുത്തണം. അതാണ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകി ബോധ്യപ്പെടുത്തുമ്പോഴും അത് പറയുന്നത് കോടിയേരിയാണ് അവരുടെ അടുത്ത്. അപ്പം കോടിയേരി അവരോട് ചേർന്ന് നിൽക്കുന്നു. പ്രത്യയശാസ്ത്രം നന്നായിട്ട് അറിയാവുന്ന, പഠിക്കുന്ന, പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് കോടിയേരി. പക്ഷെ അദ്ദേഹം പറയുന്ന പ്രത്യയശാസ്ത്രം പറയുന്നത് പോലും വളരെ ലളിതമായിട്ടായിരുന്നു. എല്ലാവരും ഇപ്പം സംസാരിക്കുമ്പോൾ എല്ലാവരും നമ്മളുടെ അടുത്ത് പോലും പറയുന്നതാ. കോടിയേരി പറയുന്നത് ജനങ്ങളുടെ ഈ പറഞ്ഞ തത്വശാസ്ത്രമാണ്. ജനത്തിന്റെ അല്ലെങ്കിൽ എന്താണോ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറയുന്ന തത്വശാസ്ത്രത്തിന്റെ വാക്കുകളൊക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾക്ക് പോറ്റും ജനങ്ങളോട് വളരെ ലളിതമായിട്ട് സംസാരിക്കുകയും അവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുകയും അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് കോടിയേരിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നാണ് എപ്പോഴും പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്തൊക്കെ അരുണ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എല്ലായിടത്തും പോകുമ്പോഴും നമുക്കൊക്കെ വളരെ വൈകാരികമായിട്ട് ഇപ്പോഴും നിൽക്കുന്ന കാര്യം ഇപ്പം ഞാൻ ഈ അച്ഛന്റെ ഓർമ്മ പുതുക്കൽ അല്ലെങ്കിൽ സ്മരണ ദിവസമൊക്കെ പറയുന്നൊരു കാര്യം 3 വർഷമായിട്ട് ഒരു ദിവസം പോലും അച്ഛന്റെ ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ആരെങ്കിലും അയച്ചു തരാത്ത ഇപ്പൊ ഇലക്ഷൻ സമയത്ത് വീണ്ടും. അപ്പം അത് എത്രമാത്രമാണ് ഓരോ സഖാക്കൾ ഇപ്പം എന്നെ നമ്മൾ അറിയേയില്ല. അതിപ്പോ സോഷ്യൽ മീഡിയന്റെ കാലഘട്ടത്തിലായതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും വാട്സപ്പിലൊക്കെ ആയിട്ട് അച്ഛന്റെ കൂടെ വന്ന ഫോട്ടോസ്, അച്ഛന്റെ ഒരു വീഡിയോ, ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നു കോടിയേരി ആ നിലപാട് പറഞ്ഞിരുന്നത്, അതൊക്കെ അവരാളുകൾ അത് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇനി നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമുക്കിനി അതിനെയൊക്കെ അത് ഒരു ഊർജ്ജമാക്കി എടുത്തുകൊണ്ട് നമ്മൾ കോടിയേരി പറഞ്ഞ പ്രസ്ഥാനത്തെ, കോടിയേരിയുടെ പ്രസ്ഥാനത്തെ വലിയ വിജയത്തിലേക്ക് നയിക്കുവാനും ആ വിജയത്തിലേക്ക് നയിക്കുവാൻ കോടിയേരി എന്താണോ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അത് ഒരു ഊർജ്ജമാക്കി എടുത്ത് മുന്നോട്ട് പോകാനാണല്ലോ നമുക്കിനി പറ്റും. ബിനീഷ് കുറെ മണ്ഡലങ്ങളിലും പോയി കാണും ഈ തെരഞ്ഞെടുപ്പില്, പ്രചരണത്തിന്റെ ഭാഗമായിട്ടും അല്ലാതെ രാഷ്ട്രീയം സംസാരിക്കാനൊക്കെ പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇടതുമുന്നണിയുടെ ഒരു സാധ്യതകൾ? ഈ ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വോട്ട് എന്നത് ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഈ പറയുന്ന നമ്മുടെ ഇലക്ഷൻ തുടങ്ങിയ സമയം തൊട്ട് വന്നിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ചൂരൽമല വിഷയം, ഇപ്പം ആര് ആണ് ജനങ്ങളുടെ അടുത്ത് ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് നടപ്പിലാക്കുന്നതെന്ന് ഈ ഏറ്റവും ചെറിയ ഒരു കാര്യം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പൊ ചൂരൽമല വിഷയത്തെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ ഗവൺമെന്റിന് വേണ്ടി പിരിച്ച പൈസ, ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അത് കൃത്യമായിട്ട്, ഇപ്പം CPM-ന് വേണ്ടി പിരിച്ച പൈസ അത് കൃത്യമായിട്ട് ഗവൺമെന്റിന് കൊടുത്തു കാര്യങ്ങൾ ചെയ്തു. ഒരു DYFI പറഞ്ഞ പൈസ കൃത്യമായിട്ട് ചെയ്തു. ഇത് മരണപ്പെട്ട ആളുകൾക്ക് പേരിൽ പൈസ പിരിക്കുന്നു. മരണപ്പെട്ട ആളുകളുടെ പേരിൽ പിരിച്ച പൈസ പോലും അത് കൃത്യമായിട്ട് ചെലവാക്കാതെ അതുപോലും വിനിയോഗിക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് ഇനി ഭരണത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഭരണത്തിലേക്ക് കൈയാളാൻ പോകുന്നത് എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ പെട്ടെന്ന് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾ നോക്കണം, ഈ ചൂരൽമല വിഷയവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുബന്ധമായിട്ടുള്ള വർഗ്ഗ സംഘടനകളെല്ലാം ചേർന്ന് ഏകദേശം 200 കോടി രൂപയാണ്, 200 കോടിയിലധികം വരും, 200 കോടി രൂപയിലധികമാണ് CMDRF-ലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ CPM ആണെങ്കിലും വർഗ്ഗബോധന സംഘടനകളുടെ സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയിലുള്ള ആളുകൾ, തൊഴിലാളികൾ, അവരുടെയൊക്കെ പൈസയൊക്കെ വരുമ്പോൾ ഏകദേശം 200 കോടി രൂപയിൽ വരും. 200 കോടി രൂപ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ CMDRF-ൽ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഒരു പൈസ പിരിച്ചിരിക്കുന്നു. ആ പൈസ പിരിച്ച കണക്ക് എത്രയോ നാളുകളായിട്ട് ചോദിച്ചു പറയുന്നില്ല. ഇന്ന് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു 5 കോടിയാണ് ഈ പറയുന്ന പൈസ രജിസ്ട്രേഷൻ വാങ്ങിച്ചത്. അപ്പൊ ഇതെങ്ങനെയാ വീട് വെച്ചു കൊടുക്കുന്നത്? അപ്പൊ ഇവരെ വിശ്വസിച്ചിട്ട് വീട് വേണ്ട എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ പറയുന്ന സർക്കാർ സംവിധാനം വേണ്ട ഞങ്ങൾക്ക് കോൺഗ്രസ് അവരുടെ ഇഷ്ടമാണ്, അത് നമ്മളവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് കോൺഗ്രസ് വീട് വെച്ച് തരും, ഞങ്ങൾക്ക് സർക്കാർ സംവിധാനത്തിലുള്ള ഈ സംവിധാനത്തിൽ ഞങ്ങൾക്ക് വീട് വേണ്ട. അപ്പൊ സർക്കാർ പറഞ്ഞ ആ പൈസ ഞങ്ങൾക്ക് മതി തന്നെ ആ പൈസ അവർക്ക് കൊടുത്തു. അതിന്റെ ഭാഗമാര് വീട് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീട് വേണ്ട എന്ന് പറഞ്ഞവർ മുഴുവൻ ഇപ്പോൾ വഴിയാതാക്കിയിരിക്കില്ലേ? പ്രളയത്തെക്കാളും വലിയൊരു പ്രളയത്തിലേക്കാണ് ഈ പറയുന്ന മനുഷ്യരെ കോൺഗ്രസ് എടുത്തെറിഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ എങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് പറ്റുമെന്നൊരു വലിയ ചോദ്യം കൂടിയാണ് ഈ ഇലക്ഷൻ നിൽക്കുന്നത്. പിന്നെ 10 വർഷത്തെ ഭരണത്തെ സംബന്ധിച്ചുള്ള വികസന
പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇവിടെ സമാധാനം അതൊരു വലിയ പ്രശ്നമാണ്. ഞാനിപ്പം എല്ലാ സ്ഥലങ്ങളിലും പോയപ്പോഴത്തേക്കും മറ്റ് സംസ്ഥാനങ്ങൾ ഈ കേരളത്തിലെ ആളുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം ഈ കേരളത്തിന് പുറത്ത് ഒരു സംസ്ഥാനത്ത് 2 ദിവസം യാത്ര ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാവും എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് എന്നുള്ളത്, കേരളം എങ്ങനെയാണ് സമാധാനപരം വെക്കുന്നത്. ആ ഒരു അന്തരീക്ഷം ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് ആകും ഇടതുപക്ഷത്തിന് ശക്തിയില്ലാതെ വന്നാൽ. അതിന് ഉദാഹരണം നമുക്ക് പറയാനുള്ളത് ത്രിപുര, ബംഗാൾ. ഇതൊക്കെ ഇടതുപക്ഷത്തിന് ശക്തി നഷ്ടപ്പെടുമ്പോൾ കയറി വരുന്ന വർഗീയ ശക്തികൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇടപെടുന്നതെന്ന് ഒരു വലിയ പാഠം നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതിനെ ശക്തിപ്പെടുത്തി നിൽക്കുന്നത് ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ്. ആ ഇടതുപക്ഷത്തിന് കൂടുതൽ ശക്തിപ്പെടുത്തണം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മുന്നോട്ട് നയിക്കണം എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതിനെയാണ് ബിനീഷ രാഷ്ട്രീയം കൃത്യമായി പറയുകയാണ്. ഏതായാലും കോടിയേരിയുടേത് നഷ്ടം CPM-നോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ മാത്രമല്ല, കുറുക്കിക്കൊള്ളുന്ന മറുപടികൾ, ചുട്ട മറുപടികൾ, രാഷ്ട്രീയ അജണ്ടകൾ കൃത്യമായി നിശ്ചയിക്കൽ, എതിരാളികൾക്ക് മറുപടി നൽകൽ, അങ്ങനെ കോടിയേരി എന്ന രാഷ്ട്രീയ നേതാവിന്റെ അസാന്നിധ്യം കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രകടമാകുന്ന ഒരു ഘട്ടം കൂടിയാണ് തെരഞ്ഞെടുപ്പ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ മാത്രമല്ല, കോടിയേരി എന്ന നേതാവിന്റെ സാന്നിധ്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നയചാതുരിയും ഒക്കെ വെളിപ്പെടുന്നത് ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ കേരളം അത് കൃത്യമായി തിരിച്ചറിയുന്നു. കോടിയേരിയുടെ അഭാവം, ആ ഒരു അഭാവം ഈ തെരഞ്ഞെടുപ്പിലും വളരെ കൃത്യമായി തന്നെ നിഴലിച്ചു നിൽക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.